നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നിത്യഹരിത നായകൻ ശ്രീ പ്രേംനസീറിനെ കുറിച്ചുള്ള പ്രേംനസീർ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. ഇന്ന് പ്രേംനസീർ സ്മരണയിൽ പ്രേംനസീർ സാറിൻ്റെ 37ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് എറണാകുളം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പ്രേംനസീർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രേം സ്മൃതിയിൽ മലയാള സിനിമ ടെലിവിഷൻ രംഗത്തെ പ്രഗത്ഭ സാന്നിധ്യം ശ്രീ ടിനി ടോമാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ. മറ്റുള്ളവർക്ക് നസീർ സാറിനെ കുറിച്ച് പറയാനുള്ളതായിരിക്കില്ല എനിക്ക് പറയാനുള്ളത്. തെസ്നിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നസീർ സാറിനെ നേരിട്ട് കാണാൻ സാധിച്ചത്. ഞാൻ ആ സമയത്തൊന്നും ജനിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. തെസ്നിക്ക് മഹാത്മാഗാന്ധിയെ വരെ കണ്ടുപരിച്ചുള്ള അനുഭവങ്ങളുണ്ട്. സ്വാതന്ത്ര്യ സമരമൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. തമാശക്ക് പറഞ്ഞാണ്ടോ, എൻ്റെ സംസാരം ചിലപ്പോൾ വിവാദമാകും. മറ്റൊന്നുമല്ല, നസീർ സാറുമായി ബന്ധപ്പെട്ട് 2-3 മാസം മുമ്പ്, കഴിഞ്ഞ മെയ് ജൂണിലൊക്കെ നസീർ സാറിനെ അപമാനിച്ചു എന്നും പറഞ്ഞിട്ട് എൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് ഞാനൊരു പബ്ലിക് ഫങ്ഷനിൽ ഇത് വിശദീകരിക്കുന്ന ആദ്യമായിട്ടാണ്. ഇതിനെക്കുറിച്ച് അതിൻ്റെ സത്യാവസ്ഥയോട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എൻ്റെ സീനിയർ പറഞ്ഞു തന്ന ഒരനുഭവം വച്ചിട്ട് അത് ഷെയർ ചെയ്യുകയും ആ സീനിയർ അത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും അതെടുത്തിട്ട് ഒരു സംവിധായകൻ, ഞാൻ ആരെക്കുറിച്ച് നെഗറ്റീവ് പറയാറില്ല, പോസിറ്റിവിറ്റിയിലൂടെ ജീവിക്കുന്നവരാണ്. അദ്ദേഹം കുറേ സിനിമകൾ ചെയ്തു, അത് വിജയിച്ചിട്ടില്ല. അത് അഭിനയിച്ച സിനിമകളും അംഗീകരിച്ചിട്ടില്ല. അത് അമ്മയിൽ മെമ്പർഷിപ്പിന് ചോദിച്ചു, കൊടുത്തിട്ടില്ല. ഇതിനൊക്കെ കാരണം ഞാനല്ല. അമ്മയിലുള്ള സീനിയർ വ്യക്തികളോട് എനിക്കുള്ള ബഹുമാനം എന്താണെന്ന് ശാന്തകുമാരി ചേച്ചിക്കും ശ്രീലത ചേച്ചിക്കും തെസ്നിക്കൊക്കെ അറിയാവുന്നതാണ്. ആ ഒരു റെസ്പെക്റ്റോടു കൂടി മാത്രമാണ് ഞാൻ എൻ്റെ സീനിയേഴ്സിനെ കണ്ടിട്ടുള്ളൂ. എൻ്റെ അമ്മ വരെ, ഞാൻ ഈ നാട്ടിലുണ്ടായിരുന്നില്ല, അമ്മ വരെ വിളിച്ചിട്ട് നീ നസീർ സാറിനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് വേദനയോടുകൂടി. കാരണം എല്ലാ ദിവസവും രാത്രി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ നസീർ സാറിൻ്റെയൊക്കെ കണ്ടിട്ട് ഉറങ്ങുന്ന ഒരാളാണ് എൻ്റെ അമ്മ. അമ്മ വരെ തെറ്റിദ്ധരിച്ചു. ഇത് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഈ ഇൻ്റർവ്യൂ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല, എന്താ പറഞ്ഞതെന്നുള്ളത്. അതായത് ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാവരും ഉണ്ടാവും, ഇതുപോലെ കസേരകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഇല്ലാതാവുമ്പോഴുള്ള ഒരനുഭവം ഒരാൾ പറഞ്ഞു തന്നത്, ഞാൻ ആ പേര് ഞാൻ ആവർത്തിക്കുന്നില്ല, അദ്ദേഹം അസുഖബാധിതനാണ്. പക്ഷേ അത് ജനങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറായി. ഈ ഓൺലൈൻ മീഡിയയിൽ ഞാൻ മാപ്പ് പറയുകയും ചെയ്തു. പക്ഷേ ഞാനിത് വിട്ടുകൊടുത്തത് ദൈവത്തിനാണ്. എനിക്കൊരു കോൾ വന്നു, പ്രേം നസീർ സാറിൻ്റെ ഫൗണ്ടേഷനിൽ നിന്നുമാണ്. സുരേഷ് കുമാർ സാറ്, മേനക സുരേഷ് ഏട്ടൻ പറഞ്ഞു, നീ തിരുവനന്തപുരത്തേക്ക് വരണം, ജനൻ ടി വിയിൽ വരണം. അവിടെ നസീർ സാറിൻ്റെ ബന്ധുക്കളായ അബ്ദുള്ള അതുപോലെ തന്നെ ഫൈസൽ 2 പേരും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച ഇനി ഇടിക്കാനായിരിക്കുന്നു ഇരുത്. പക്ഷെ അതാണ്, ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം തന്നെ നമുക്ക് വിജയിപ്പിക്കും എന്ന് പറയുന്നത്. ഈ സംഭവം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഒരു സിനിമയിൽ ഒരു പ്രവർത്തകൻ, ഒരു സംവിധായകനോ ഒരു നടനോ എന്നെക്കുറിച്ച് എതിര് പറഞ്ഞില്ല. ഒരാൾ പറഞ്ഞു, പക്ഷെ അത് മാപ്പ് പറഞ്ഞു, അത് തെസ്നി എനിക്ക് അയച്ചു തരുകയും ചെയ്തു. പക്ഷെ ഒരാൾ പോലും എന്നെ എതിർത്ത് പറഞ്ഞില്ല. കാരണം ഞാൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. മമ്മൂക്കും സുരേഷ് ഏട്ടനും ലാലേട്ടനും ഒക്കെ അറിയാമായിരുന്നു. ഒരാൾ പോലും വിമർശിച്ചില്ല. അപ്പം ഞാൻ ഓർത്തു, എന്നിലൊരു സത്യമുണ്ട്. പക്ഷേ ഒരു സംവിധായകൻ, ഒരു നടൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ മാത്രമാണ് എന്നെ വിമർശിച്ചത്. അതെന്നോടുള്ള വൈരാഗ്യമാണ്. അവർ നന്നാവാത്തത് എൻ്റെ കുറ്റമല്ല, ഞാൻ നന്നാവുന്നത് എൻ്റെ കുറ്റമല്ല. ഞാൻ കൈനീട്ടം മേടിച്ചിട്ടുള്ളത് മമ്മിക്കയുടെ കയ്യിൽ നിന്നുമാണ്. അവിടെ നിന്നുമാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ആ കാരണം കൊണ്ടാണ് ഞാനിവിടെ ഓടിയെത്തിയത്. ഇന്ന് ഞാൻ പറഞ്ഞു 7:30-ക്കെങ്കിലും എത്തും. ഞാൻ വളരെ ദൂരത്ത് നിന്ന് എത്തുന്നത്. ഇതിലെനിക്ക് പങ്കെടുക്കണം. എന്നെ തിരഞ്ഞെടുത്തതെല്ലാം ഈ കമ്മിറ്റി തന്നെയാണ്, ഞാൻ പറഞ്ഞിട്ടല്ല. എനിക്കിവിടെ എത്തണം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ സ്വീകരിച്ചത് മേനക സുരേഷ് ഏട്ടനും ഫൈസലിക്കയും അബ്ദുള്ളയും കൂടി ചേർന്നിട്ട് നിങ്ങൾ ഫൗണ്ടേഷനിലെ മെമ്പറാവണമെന്ന് പറഞ്ഞു. ഞാൻ തികച്ചും അന്തിച്ചു പോയി. കാരണം നിങ്ങൾക്ക് എന്താ പറ്റിയെന്നുള്ളത് ഞങ്ങൾക്കറിയാം. നസീർ സാർ ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചേക്കെന്നേ പറയുള്ളൂ, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ. പക്ഷെ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ മാപ്പ് പറയുകയും ചെയ്തു. പക്ഷെ നിങ്ങൾ അബദ്ധമല്ല പറ്റിയത്, തെറ്റിദ്ധരിപ്പിച്ചു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇന്ന് അങ്ങനെയാണ്. ഓൺലൈൻ മീഡിയയിൽ എവിടെന്നെങ്കിലും കട്ട് ചെയ്തിട്ടാൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ഞാനതിന് തെറ്റിദ്ധാരണ ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറ്. ഞാൻ മമ്മിക്ക് അടുത്ത് വിളിച്ച് ചോദിച്ചിരുന്നു, എന്താ ചെയ്യേണ്ടത്? നീ ക്ഷമ ചോദിച്ചാൽ മതി, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം. ഞാൻ തെറ്റ് ചെയ്യാത്ത ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്തു.
പക്ഷെ കർമ്മ എന്ന് പറയട്ടെ, പ്രേം നസീർ സാറിൻ്റെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ പരിപാടിയിൽ എന്നെ അതിഥിയായിട്ട് ക്ഷണിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ഇവിടെ വരാനുള്ള ഭാഗ്യവും നിങ്ങളുടെ അടുത്ത് ഇത് വിശദീകരിക്കാനും അതുപോലെ തന്നെ നസീർ സാറിൻ്റെ രക്തബന്ധുക്കളായിട്ടുള്ളവർ ഇവിടെ ഇരിക്കുമ്പോഴും അവരോട് കാല് തൊട്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണ് ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ. പക്ഷേ ഒരാളെപ്പോലും വേദനിപ്പിക്കാതെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മെക്കിട്ട് കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കുന്ന ഒരാളുമാണ്. ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ അതിട്ടിട്ട് ഓടാറില്ല. ഇൻസ്റ്റയിലാണെങ്കിലും ഓൺലൈനിലും ഏതൊരു തിന്മയ്ക്കെതിരെയും ശബ്ദിച്ചിട്ടുള്ള ഒരാളാണ്. അമ്മ എന്ന് പറയുന്നതിൽ ഇപ്പോൾ 10ാമത്തെ വർഷമാണ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഞാൻ തുടരുന്നത്. ഓരോ തവണ മത്സരിക്കുമ്പോഴും വോട്ടുകൾ കൂടിയിട്ടേ ഉള്ളൂ. എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ സൂപ്പർ സ്റ്റാർസുകൾ തന്നെയാണ്. അവരോട് കൊടുക്കുന്ന ബഹുമാനം തന്നെയാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത്. നീ ഇവിടെ വേണമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ എന്നെ ഇലക്ഷന് നിർത്തിയത്. അപ്പോൾ ഒരാളെയും ഹിംസിക്കാനോ ഒരാളെ അപമാനിക്കാനോ ഞാൻ മനഃപൂർവ്വം തയ്യാറായിട്ടില്ല. എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് ഞാൻ ഒരു ദിവസം പറഞ്ഞു, മുകളിലൊരാളുണ്ടെന്ന് പറഞ്ഞു. ആ മുകളിലെ ആളാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ഈ പ്രസംഗപീഠത്തിൻ്റെ മുമ്പിലെത്താൻ സാധിച്ചത്. സർവേശ്വരനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇനിയും തുടരും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. കാരണം ഒരുപാട് സിനിമകളും ടി വിയിലൂടെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഞാൻ. എൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ഒരാളെ വേദനിപ്പിക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ ചിരിയുടെ ഭാഗമാണ്. ചിരിക്കുക ചിരിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഇനിയും വീണ്ടും കാണാം. ഇതുപോലുള്ള വേദികളിൽ നമുക്ക് ഒന്നിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലസ്, ഇൻഷാ അല്ലാഹ്. പ്രേംസ്മൃതി 2026 സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ടിനി ടോമിനെ ആദരപൂർവ്വം ക്ഷണിച്ചു.